വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി അറിയിക്കാൻ സന്ദേശം അയക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകും. സ്പാർക്ക് ഡേറ്റ ചോർച്ച സംബന്ധിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ തുടർ സന്ദേശങ്ങൾ അയക്കുന്നത് ഹൈക്കോടതി വിലക്കിയ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ പ്രത്യേകം അനുമതി തേടിയത്. വിവരങ്ങൾ നൽകാൻ ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, സ്പാർക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. ഹൈക്കോടതിയിൽ രൂക്ഷ വിമർശനമുണ്ടായി. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ അവർക്ക് അയക്കണം എന്നുള്ളത് തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു അനുമതി. പ്രത്യേകിച്ച് നന്ദി സന്ദേശമാണ്, തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ ഒരു നന്ദി പ്രകടിപ്പിച്ചേ മതിയാകൂ രാഖി. എന്തായാലും ജിജീഷിന്റെ വിവരങ്ങൾ ചോദിക്കാം. ജിജീഷ്, സംസ്ഥാന സർക്കാരിന്റെ അടുത്ത നീക്കം അതെന്തിനാണ്? ഒരിക്കൽ വലിയ വിമർശനത്തെ നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ സ്വന്തം പ്രവർത്തനം കൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തെ ഡാറ്റാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡാറ്റാ ചോർച്ചയിൽ വലിയ വിമർശനങ്ങളാണ്. എങ്ങനെയാണ് ഈ വ്യക്തിഗത വിവരങ്ങൾ ഇത്തരത്തിൽ ചോർത്തുന്നത്, എങ്ങനെയാണ് ഇത് ലഭിക്കുന്നത്, എന്ത് സുരക്ഷയാണ് ഉള്ളത്, എന്ത് രഹസ്യാത്മകതയാണ് ഈ വ്യക്തിഗത വിവരങ്ങളെ സംബന്ധിച്ചുള്ളത് എന്നതടക്കമുള്ള ചില പരാമർശങ്ങളടക്കം കോടതി നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങളെ കോടതിയിൽ നിന്ന് തന്നെ നേരിട്ട സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു നിർദ്ദേശത്തിനോ വിമർശനത്തിനോ നടപടിയോ നേരിടാനുള്ള ശക്തിയില്ല എന്നതുകൊണ്ട് തന്നെ ഓരോ നീക്കവും കോടതിയെ അറിയിച്ച് മുന്നോട്ട് പോകുക എന്നൊരു ഘട്ടത്തിലേക്ക് കോടതി കടന്നിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് CM-DRFുമായി ബന്ധപ്പെട്ട് വാട്സാപ്പ് സന്ദേശം അയക്കാൻ സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നത്. കോടതി ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിഗണിക്കാമെന്നൊരു വാക്കാൽ കോടതി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കോടതിയുടെ മുന്നിലേക്ക് അത് എത്തുകയാണ്. ഇനി കോടതി പറയുന്ന നടപടിക്രമങ്ങൾ അനുസരിച്ചായിരിക്കും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് CM-DRFിലേക്ക് സംഭാവന നൽകിയ ആളുകൾക്ക് നന്ദി അറിയിക്കാനാണ് സന്ദേശം അയക്കുകയെന്നും കോടതിയെ സർക്കാർ അറിയിക്കുകയും ചെയ്തു. മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം അത് ഉപയോഗപ്പെടുത്തുന്നത് ആ ഡാറ്റ വിവരങ്ങൾ ഇത്തരത്തിൽ നന്ദി അറിയിക്കാൻ വേണ്ടി നൽകുകയാണ്. അതൊരു സ്വാഭാവിക നടപടിയുടെ ഭാഗമാണ് എന്നെല്ലാമാണ് സർക്കാർ വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഇതിൽ വിശദമായ വാദങ്ങൾ കേട്ട ശേഷം കോടതി അതിന് അനുമതി നൽകുമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കോടതിയുടെ ഇനി എന്തെങ്കിലും ഒരു പരാമർശങ്ങൾ ഉണ്ടാകുമോ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ഏറ്റവും പ്രധാനമായി ഇനി അറിയാനുള്ളത്. സ്പാർക്ക് ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഹർജി ഹൈക്കോടതിയിൽ ഇന്ന് വാദം കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വാദത്തിനിടയിലാണ് സർക്കാരിന് വിമർശനങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. കോടതിയുടെ ചില പരാമർശങ്ങളെല്ലാം തന്നെ ഈ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് പുതിയൊരു അപേക്ഷ കൂടി നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് DA കുടിശ്ശികയുമായി ബന്ധപ്പെട്ട സന്ദേശം അയക്കരുത് എന്ന് കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുമ്പോൾ, ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുമ്പോൾ കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ പുതിയ സന്ദേശം അയക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കുകയും ഇന്ന് കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട അനുമതി തേടുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. കോടതിയുടെ അനുമതിയോട് മാത്രം തുടർ നടപടികൾ എടുക്കാം എന്നത് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായും അക്കാര്യത്തിൽ കോടതിയുടെ ഇടപെടലുകളുണ്ടാകും. ഡാറ്റാ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണെങ്കിലും വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി സന്ദേശങ്ങൾ അയക്കുന്ന സർക്കാരിന്റെ പ്രവണതയുമായി ബന്ധപ്പെട്ടാണെങ്കിലും തന്നെ എല്ലാം തന്നെ സർക്കാർ കോടതിയിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ തന്നെയായിരിക്കും നേരിടേണ്ടി വരിക എന്നത് ഒരു ഓഫീസിന്റെയും ഡാറ്റ തങ്ങൾ ചോർത്തിയിട്ടില്ല എന്നൊരു വാദമാണ് തുടക്കം മുതൽ തന്നെ സർക്കാർ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യങ്ങൾ എന്ന ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും തന്നെ യോഗ്യമല്ല, വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഓഫീസ് ഡാറ്റ ചോർത്തിയിട്ടില്ല, യാതൊരു ഡാറ്റയും സൂക്ഷിക്കാറില്ല എന്ന മറുപടി സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. എന്നാൽ അങ്ങനെയല്ല, ഈ വ്യക്തിഗത വിവരങ്ങൾ എങ്ങനെ സർക്കാരിലേക്ക് എത്തുന്നു, വ്യക്തിഗതമായി സന്ദേശങ്ങൾ അയക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യം അവിടെ പ്രസക്തമായി തന്നെ നിൽക്കുന്നു. പ്രാഥമികമായി സ്വകാര്യത ലംഘിക്കപ്പെട്ടു എന്നത് തന്നെയായിരുന്നു ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ നിലപാട്. ആളുകളുടെ സ്വകാര്യത ലംഘിക്കുന്ന ഒരു രീതിയിലേക്ക്, കാരണം മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളോ മറ്റോ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കടുത്ത നടപടികളിലേക്കാണ് സർക്കാർ സംവിധാനങ്ങൾ കടക്കാറുള്ളത്. അവിടെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇത്തരത്തിൽ ഡാറ്റകൾ ചോർത്തുന്ന ഒരു നിലയിലേക്ക് പോകുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും എന്ന ഒരു വിമർശനം ഉയർത്തിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയ അപേക്ഷയ്ക്ക് കോടതി എന്ത് അനുമതിയായിരിക്കും നൽകുക, നേരത്തെയുള്ള കേസുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പരാമർശങ്ങൾ ഇന്ന് കോടതിയിൽ നിന്നുണ്ടാകും എന്നതെല്ലാം തന്നെയാണ് കാത്തിരിക്കേണ്ട കാര്യങ്ങൾ. ശരി, അതായത് സംസ്ഥാന സർക്കാർ വളരെ നിർണായകമായ ഒരു നീക്കമാണ് എന്നുള്ളതാണ്. അതായത് എന്തായാലും അവിടെ ഒരു സ്വകാര്യതാ ലംഘനം നടന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി ഹൈക്കോടതി ഒന്ന് അനുമതി തരണം, തങ്ങളൊന്ന് നന്ദി സന്ദേശം അയച്ചോട്ടെ, കുറച്ചുകൂടി ഡേറ്റ് ഞങ്ങളൊന്ന് മോഷ്ടിച്ചോട്ടെ, ആ ഒരു തരത്തിലാണ് നീക്കം. എന്തായാലും ജിജീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി